നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഇത്തവണ നമ്മൾ കാറിൽ വന്നോണ്ട് തന്നെ കുറച്ച് അധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പ്യുവർ കോക്കനട്ട് ഓയിൽ ആണ് കേട്ടോ. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് കടുമാങ്ങ അച്ചാറാണ്. ഇത് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മ മീൻസ് രാകേഷിന്റെ അമ്മ വീട്ടിലുണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ് ആയി. എനിക്ക് പിന്നെ അച്ചാറുണ്ടെങ്കിൽ വേറെ കറികളൊന്നും ആവശ്യമില്ല. 1-2 മാസത്തേക്ക് ഇത് മതി. ഇനി ബാക്കി അടുത്ത വരവിന് പോയിട്ട് എടുക്കണം. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നത് ഈ കായക്കൊലയാണ് കേട്ടോ. ഇത് പഴുപ്പിക്കാനായിട്ട് എന്റെ ബാക്കിൽ കാണുന്ന കബോർഡിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചെറിയ മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അടുത്ത ആയിട്ടാണ് ഈ കുട്ടി വെള്ളരി. ഞങ്ങൾ രണ്ടുപേർക്ക് ഇതന്നെ ധാരാളമാണ്. ഇനി ഈ സെഞ്ചിയിൽ കാണുന്നത് മുഴുവൻ മാങ്ങയാണ് കേട്ടോ. നമ്മുടെ തന്നെ റിലേറ്റീവിന്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് ഇത് മുഴുവൻ. രാകേഷ് മരത്തിലൊക്കെ വലിഞ്ഞു കയറി പൊട്ടിച്ചതാണ് ഇതെല്ലാം. കൂടെ ഹെൽപ്പറായിട്ട് ഞാനും ഉണ്ടായിരുന്നു. പൊട്ടിച്ചതിൽ കുറച്ച് മാങ്ങ മാത്രം വീട്ടിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു കേട്ടോ. ഈ കാണുന്ന മാങ്ങകളിൽ 3 തരം മാങ്ങകളുണ്ട്. വീട്ടിലെത്തിയ ഉടനെ 2 മാങ്ങ അപ്പൊ തന്നെ ഞങ്ങൾ മുറിച്ചു കഴിച്ചു. എല്ലാം നല്ല മൂത്ത മാങ്ങയായോണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ പഴുപ്പിക്കാനും വെച്ചു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ നല്ല മാങ്ങാഭ്രാന്തന്മാരായോണ്ട് വേസ്റ്റ് ആവില്ല. ഞങ്ങൾ അടുത്തായിട്ട് കൊണ്ടുവന്നത് ഈ ഉണ്ണിപ്പിണ്ടിയാണ്. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഐറ്റമാണ് കൂവപ്പൊടി. ഇതും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ചക്കക്കുരും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരും വെള്ളരിക്കും കൂടി ഇട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. പണ്ടാണെങ്കിൽ ഞാൻ ഇതൊന്നും കഴിക്കാത്തതായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങ. ഒരു 5 എണ്ണം മതിയെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്. പക്ഷെ ഒരു 10 എണ്ണൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. വരുന്ന വഴിക്ക് നല്ല ചൂടായതുകൊണ്ട് കാറിലിരുന്നിട്ട് തന്നെ തേങ്ങകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഈ ചാക്കിൽ കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ. ഇതും നമ്മുടെ വീട്ടിലുണ്ടായതാണ്. കണ്ടാൽ പടവലം പോലൊക്കെ തോന്നുമെങ്കിൽ ഇത് അതല്ല കേട്ടോ. ഇത് ചിരങ്ങയാണ്. അതായത് നമ്മുടെ ബോട്ടിൽ ഗാർഡ്. അടുത്തതായി നമ്മൾ ചാക്കിൽ നിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ കുട്ടി മത്തങ്ങയാണ്. അടുത്ത ആയിട്ടാണ് കൊള്ളി. ഞാൻ തൃശ്ശൂരുകാരി ആയതുകൊണ്ട് കൊള്ളി എന്നാണ് ഇതിനെ പറയാറ്. പക്ഷെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പാലക്കാട്ടുകാരനാണ്. അവിടെ ഇതിന് പൂളക്കിഴങ്ങ് എന്നാണ് പറയാ. ഇനി നമ്മുടെ ചാക്കിലെ ഏറ്റവും അവസാനത്തെ ആയിട്ടാണ് ഇത്. ഇതിലൊരു കഷ്ണം ചക്കയാണ് കേട്ടോ. ഇത് താഴത്തെ വീട്ടിലെ പാപ്പൻ വീട്ടിലേക്ക് കൊടുത്തതാണ്. അത് ഞങ്ങൾ എടുത്തിട്ട് വന്നു. കൊണ്ടുവരുന്ന സമയത്ത് ചെറുതായിട്ടൊരു പുളിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും പഴമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം കാണിച്ച ഐറ്റംസ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുന്ന ഐറ്റംസ് അല്ല കേട്ടോ. ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. പിന്നെ അമ്മ കുറച്ച് സ്രാവ് വറുത്തത് കൂടി നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതും അമ്മ വറുത്തുന്ന ചക്ക ചിപ്സ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. തീർന്ന വഴി അറിഞ്ഞില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുവന്ന ഐറ്റംസ്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.